ഇൻഡിഗോ വിമാന സർവീസുകൾ റദ്ദാക്കൽ യാത്രക്കാരെ ബാധിച്ചത് അതിരൂക്ഷമായി. വിമാന ടിക്കറ്റ് നിരക്കുകൾ പല മടങ്ങായി വർദ്ധിച്ചു. റദ്ദാക്കലുകൾ കാരണം യാത്രക്കാർ മറ്റ് എയർലൈനുകളിൽ അവസാന നിമിഷം ടിക്കറ്റുകൾക്കായി പ്രയാസപ്പെടുകയാണ്. അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഡൽഹിയിലേക്ക് 50,000-ന് മുകളിലാണ് ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത്. അത്രമാത്രം ജനങ്ങളെ പിഴിയുന്ന സാഹചര്യമുണ്ട്. എന്താണ് ഈ പ്രതിസന്ധിക്കൊരു അയവുണ്ടാകും? എൽദോ, ഇപ്പോൾ DGC അടക്കം എയർ ഏവിയേഷൻ അടക്കം ഇപ്പോൾ ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു. അതായത് ഈ പൈലറ്റുകൾക്കും മറ്റ് ക്രൂ സ്റ്റാഫുകൾക്കും ഇളവ് നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ ജോലി സമയത്തിന് അധികം ഇളവ് നൽകിയിരിക്കുന്ന അത് പിൻവലിച്ചിരിക്കുന്നു. തൽക്കാലത്തേക്കെങ്കിലും അത് മരവിപ്പിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. അതായത് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇൻഡിഗോ അടക്കം നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് അവരുടെ സർവീസുകൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സ്റ്റാഫ് ഇപ്പോൾ ഇല്ല. കാരണം കൂടുതൽ സ്റ്റാഫുകൾക്കും കൂടുതൽ അധികമായിട്ടുള്ള ഇളവുകൾ, അവർക്ക് ജോലി സമയത്തിൽ ഇളവുകൾ നൽകിയിരിക്കുന്നു. അത് കാരണം കഴിഞ്ഞ 3 ദിവസത്തിൽ 1000-ഓളം സർവീസുകളാണ് ഇൻഡിഗോയ്ക്ക് മുടങ്ങിയിരിക്കുന്നത്. രാജ്യത്തെ ഏറ്റവും വലിയ സർവീസാണ്, ഏറ്റവും കൂടുതൽ സർവീസുകൾ നടത്തുന്ന ഫ്ലൈറ്റ് സർവീസാണ് ഇൻഡിഗോ. അവർക്ക് വലിയ രീതിയിലുള്ള നഷ്ടമുണ്ടായിരിക്കുന്നു. രാജ്യത്താകമാനം ആയിരക്കണക്കിന് യാത്രികർക്ക് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവർ എല്ലാവരും എയർപോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യം വരെ ഉണ്ടായി. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ മറ്റ് ഫ്ലൈറ്റുകൾ അവരുടെ വിമാനയാത്രാ നിരക്ക് വലിയ രീതിയിൽ കൂട്ടിയിരിക്കുന്നു. മുംബൈ മുതൽ ഡൽഹി വരെ പോകുന്ന വിമാനങ്ങൾക്ക് 3 ഇരട്ടിയാണ് ഇപ്പോൾ പണം അവർ ആവശ്യപ്പെടുന്നത്. 20,000 രൂപ വരെ, ഏറ്റവും പീക്ക് ടൈമിൽ പോലും 20,000 രൂപ ഉണ്ടായിരുന്ന ടിക്കറ്റ് ഇപ്പോൾ 60,000 രൂപ വരെ മാറിയിരിക്കുന്നു. അതുപോലെ ആഭ്യന്തര നിരക്ക് വലിയ രീതിയിൽ കൂടിയിരിക്കുന്നു. പൂനെയിലേക്ക് പോകുന്നതിനും ജയ്പൂരിലേക്ക് പോകുന്നതിനും അടക്കം വലിയ രീതിയിൽ വിമാന ടിക്കറ്റ് നിരക്ക് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് ഇന്ത്യയിൽ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നതിനേക്കാൾ വലിയ തുക ഇപ്പോൾ ഇന്ത്യക്കകത്തുള്ള സർവീസുകൾക്ക്, അതായത് ഒരു സംസ്ഥാനത്ത് നിന്ന് മറ്റൊരു സംസ്ഥാനത്തേക്ക് പോകുന്നതിന് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും വലിയ പ്രശ്നം. അതിൽ ഇടപെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഏവിയേഷൻ വകുപ്പ് ഇപ്പോൾ ഒരു മാർഗനിർദ്ദേശം പുറത്തുവിട്ടിരിക്കുന്നത്. അതായത് നിലവിൽ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു ഡ്യൂട്ടി ടൈം അത് മരവിപ്പിക്കുന്നു. പഴയതുപോലെ കൂടുതൽ സമയം, അധിക സമയം ആളുകൾ ജോലി ചെയ്യട്ടെ എന്നുള്ളതാണ് ഇത്. പക്ഷേ താത്കാലികമായ ഒരു തീരുമാനമാണ്. വീണ്ടും പഴയ രീതിയിൽ ഫ്ലൈറ്റ് സർവീസുകൾ എത്തുന്നതോടുകൂടി തന്നെ കൂടുതൽ ആലോചനകളോടുകൂടി ഈ പുതിയ ഡ്യൂട്ടി ഷെഡ്യൂൾ അത് വിന്യസിക്കും. കൂടുതൽ ആളുകളെ ജോലിക്ക് എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങളൊക്കെ കൈക്കൊള്ളേണ്ടി വരും. ഇപ്പോൾ നിലവിൽ വലിയ രീതിയിലുള്ള ഒരു വിമാന ടിക്കറ്റ് അതിൻ്റെ നിരക്ക് വലിയ രീതിയിൽ ഉയർന്നിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. എൽദോ, റൈറ്റ്. എന്താണെങ്കിലും ഇളവുകൾ ഉടൻ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം.